ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 11. ചിന്താമപരിമേയാംശ്ച പ്രളയാന്തമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവദിതി നിശ്ചിതാഃ. ശ്ലോകം 12. ആശാപാശശതൈർബദ്ധാഃ കാമക്രോധപരായണാഃ ഈഹന്തെ കാമഭോഗാർത്ഥ മന്യായേനാർത്ഥസഞ്ചയാൻ. വിവർത്തനം. ഇന്ദ്രിയ സന്ദർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിന്റെ പ്രധാന ആവശ്യമെന്നവർ കരുതുന്നു. അക്കാരണത്താൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അധീനരായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു. ഭാവാർത്ഥം: ഇന്ദ്രിയ സുഖാനുഭോഗമാണ് ജീവിതോദ്ദേശ്യമെന്ന് കരുതുന്നവരാണ് ആസുര സ്വഭാവികൾ. മരണം വരെ ഈ വിശ്വാസം പുലർത്തുകയും ചെയ്യും. മരണാനന്തര ജീവിതത്തിലോ ഇഹലോകത്തിൽ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഭുജിക്കാൻ മനുഷ്യൻ വേറെ ശരീരമെടുത്ത് വീണ്ടും ജനിക്കുന്നതിലോ അവർക്ക് വിശ്വാസമില്ല. ജീവിതത്തിനായുള്ള അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് അവസാനമില്ല. ഇത്തരം ആസുരിക മനസ്ഥിതിയുള്ള ഒരാൾ മരണമടുത്ത ഘട്ടത്തിലും തൻ്റെ പ്രവൃത്തി പരിപാടികൾ മുഴുമിപ്പിക്കാൻ വേണ്ടി 4 കൊല്ലത്തേക്ക് കൂടി തൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടതായി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭിഷഗ്വരനും ജീവിതത്തെ നിമിഷനേരത്തേക്ക് പോലും നീട്ടിക്കൊടുക്കാൻ കഴിവില്ലെന്ന് മൂഢന്മാർക്ക് അറിഞ്ഞുകൂടാ. മൃത്യു മുഹൂർത്തമടുത്താൽ മനുഷ്യന്റെ ഇഷ്ടത്തിന് പ്രസക്തിയില്ല. അനുഭവിക്കാൻ വിധിച്ചതിലേറെ ഒരൊറ്റ നിമിഷം പോലും പ്രകൃതി നിയമം നമുക്ക് അനുവദിച്ചു തരാറില്ല. അസുര സ്വഭാവി ഈശ്വരനിലോ തന്നിൽ തന്നെയുള്ള പരമാത്മാവിലോ വിശ്വസിക്കാത്തതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്കായി മാത്രം എല്ലാ പാപകർമ്മങ്ങളും ചെയ്യുന്നു. തൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു സാക്ഷി കുടികൊള്ളുന്നുവെന്ന് അയാൾക്കറിഞ്ഞുകൂടാ. വ്യക്തിഗത ജീവാത്മാവിൻ്റെ സകല കർമ്മങ്ങൾക്കും പരമാത്മാവ് സാക്ഷിയാണ്. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, 2 പക്ഷികൾ ഒരേ വൃക്ഷത്തിന്മേലുണ്ട്. ഒന്ന് ശാഖതോറും പറന്ന് കയ്പും മധുരവുമുള്ള ഫലങ്ങൾ ഭുജിക്കുകയാണ്. മറ്റേതാകട്ടെ സാക്ഷിയായി നിലകൊള്ളുന്നു. അസുര സ്വഭാവിക്ക് വേദജ്ഞാനമില്ല, അതിൽ വിശ്വാസവുമില്ല. തന്മൂലം അയാൾ ഭവിഷ്യത്തുകൾ ഓർക്കാതെ സുഖഭോഗങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യുന്നു. ശ്ലോകം 13. ഇദമദ്യമയാലബ്ധമിമം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തീദമവിമേ ഭവിഷ്യതി പുനർധനം. ശ്ലോകം 14. അസൗ മയാ ഹതശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. ശ്ലോകം 15. ആഢ്യോഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യ ജ്ഞാനവിമോഹിതാഃ. വിവർത്തനം. അസുര സ്വഭാവി ഇങ്ങനെ വിചാരിക്കും, ഇന്നെനിക്ക് ഇത്രയേറെ ധനമുണ്ട്. എൻ്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കും. ഇത്രയേറെ ധനം എനിക്കിപ്പോഴുമുണ്ട്. അത് ഭാവിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും. അയാൾ എൻ്റെ ശത്രുവാണ്. ഞാൻ അയാളെ കൊന്നു. ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും. ഞാൻ എല്ലാറ്റിനും ഉടമയാണ്. ഞാൻ സുഖിയാണ്. എല്ലാം തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്. കുലീനരായ ബന്ധുക്കൾ ഉണ്ടെനിക്ക്. എന്നോളം ശക്തിമാനും സന്തോഷവാനുമായി ആരുണ്ട്? ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും, ദാനം ചെയ്യും, സന്തോഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ അജ്ഞാനത്താൽ മോഹിതരാകുന്നു.
ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.